അർജുന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാതമായ നമ്പറിൽ നിന്നും ഒരു വീഡിയോ സന്ദേശം വരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അർജുൻ ആ വീഡിയോ തുറന്നു. അത് നഗരത്തിന് പുറത്തുള്ള ഒഴിഞ്ഞ ഒരു പഴയ ഷുഗർ മില്ലായിരുന്നു. അവിടെയുള്ള ഒരു ഇരുമ്പ് കസേരയിൽ കൈകാലുകൾ കട്ടിക്കയറുകൊണ്ട് ബന്ധിച്ച നിലയിൽ സ്നേഹ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വായ പ്ലാസ്റ്റർ ഒട്ടിച്ച് അടച്ചിരുന്നു. തലമുടിയാകെ അഴിഞ്ഞുലഞ്ഞു. കണ്ണീരൊഴുക്കി അവൾ ഭയന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ക്യാമറയ്ക്ക് മുന്നിലേക്ക് കയ്യിലൊരു ചമ്മട്ടിയുമായി തന്നെ നടന്നു വന്നു. അവൾ സ്നേഹയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് അവളുടെ മുഖം ക്യാമറയ്ക്ക് നേരെ തിരിച്ചു. എന്നിട്ട് ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് അർജു എന്റെ സർപ്രൈസ്? ബാംഗ്ലൂരിലെ ലയൺ ഇപ്പോൾ കൂട്ടിലായതുപോലെ തോന്നുന്നുണ്ടോ? എന്നെ വേണ്ടെന്ന് വെച്ച് നീ സ്നേഹിച്ച നിന്റെ ഈ നാടൻ കൊച്ചിനെ കണ്ടോ? ഇവളുടെ ഈ സുന്ദരമായ മുഖം ഞാനിപ്പോ ജീവനോടെ വടിച്ചെടുക്കും. നിനക്കിവളുടെ ജീവൻ വേണമെങ്കിൽ നീ ഒറ്റയ്ക്ക് വരണം ഡേവിഡിന്റെ പഴയ ഷുഗർ മില്ലിലേക്ക്. കൂടെ നിന്റെ ഈ ഗുണ്ടകളെ ആരെങ്കിലും കൂട്ടിയാൽ നിനക്കിവളുടെ ശവം മാത്രമായിരിക്കും ഇവിടുന്ന് കിട്ടുക. വരുന്നുണ്ടെങ്കിൽ നിന്റെ തോക്കുകളെല്ലാം ദൂരെ കളഞ്ഞ് ഒരു യാചകനെ പോലെ വരണം. നോക്കാം നിന്റെ ഈ പെണ്ണിനോടുള്ള പ്രണയം എത്രത്തോളം ഉണ്ടെന്ന്. വീഡിയോ അവസാനിച്ചു. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അർജുന്റെ കയ്യിലിരുന്ന ഫോൺ തറയിലേക്ക് വീണു പൊട്ടി. അവന്റെ കണ്ണുകൾ ചുവന്ന് ചോരക്കട്ട പോലെയായി. അവന്റെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. തന്യ, ഡേവിഡ്, നിങ്ങൾ എന്റെ പെണ്ണിനെയാണ് തൊട്ടത്. സിംഹത്തിന്റെ മടയിലാണ് നിങ്ങൾ കൈവച്ചത്. ഇനി നിങ്ങളുടെ ആരുടെയും ശവം പോലും ഈ ബാംഗ്ലൂർ നഗരം കാണില്ല. അർജുൻ ഒരൊറ്റ ഗർജനമായിരുന്നു. അവൻ തന്റെ അരയിലിരുന്ന തോക്കെടുത്ത് ലോഡ് ചെയ്തു. വിക്രമും സഞ്ജയും കൂടെ വരാനായി ആയുധങ്ങൾ എടുത്തു. വേണ്ട, അർജുൻ അവരെ തടഞ്ഞു. അവന്മാർ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ചെല്ലാനാണ്. അവൾക്കൊരു ചെറിയ പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ബാക്കപ്പായി ദൂരെ മാറി നിൽക്കണം. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവന്മാരുടെ ശ്രദ്ധ മുഴുവൻ എന്നിലായിരിക്കും. ആ സമയം നോക്കി നിങ്ങൾ സ്നേഹയെ രക്ഷിക്കണം. ഇന്ന് ബാംഗ്ലൂർ അധോലോകം ഒരു വലിയ ശ്മശാനമായി മാറും. അർജുൻ തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡേവിഡിന്റെ ഒളിത്താവളത്തിലേക്ക് മിന്നൽ വേഗത്തിൽ പാഞ്ഞു. ബാംഗ്ലൂർ നഗരത്തിന്റെ അതിർത്തിയിലുള്ള ആ പഴയ ഷുഗർ മില്ലിൽ ഇരുട്ട് പടർന്നിരുന്നു. മില്ലിന്റെ വലിയ ഹാളിന് നടുവിൽ കെട്ടിയിട്ടിരിക്കുന്ന സ്നേഹയുടെ മുന്നിൽ ഡേവിഡും അവന്റെ 30ഓളം വരുന്ന ഗുണ്ടകളും മാരകായുധങ്ങളുമായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ഒരു സിഗരറ്റും വലിച്ച് സ്നേഹയുടെ മുഖത്തേക്ക് പുകവിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. കരഞ്ഞോടി കരഞ്ഞോ, നിന്റെ ലയണിപ്പോൾ ഇങ്ങോട്ട് വരും. പക്ഷെ വരുന്നത് അവനായിരിക്കില്ല, അവന്റെ ശവമായിരിക്കും. തന്നെ സ്നേഹയുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. സ്നേഹ വായ പൂട്ടിയ അവസ്ഥയിലും കണ്ണീരോടെ തലയാട്ടി. അർജുൻ വരരുതേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മില്ലിന്റെ വലിയ ഇരുമ്പ് കതക് തകർത്തുകൊണ്ട് അർജുന്റെ ബുള്ളറ്റ് അകത്തേക്ക് ഇരച്ചു കയറിയത്. വണ്ടി പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തി സൈഡ് സ്റ്റാൻഡിൽ പോലും വെക്കാതെ അവൻ നിലത്തേക്ക് മറച്ചിട്ടു. അർജുൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി നടന്നു വരുമ്പോൾ അവന്റെ ലുക്ക് കണ്ട ഡേവിഡിന്റെ ഗുണ്ടകൾ പോലും ഒരു നിമിഷം പുറകോട്ട് മാറി. ചോരക്കണ്ണുകളുമായി കൈകൾ ചുരുട്ടിപ്പിടിച്ച് മരണത്തിന്റെ ദേവനെ പോലെയാണ് അവൻ നടന്നു വന്നത്. സ്നേഹ അവനെ കണ്ടതും ഉച്ചത്തിൽ നിലവിളിക്കാൻ ശ്രമിച്ചു. അർജുന്റെ കണ്ണുകൾ ആദ്യം പോയത് സ്നേഹയുടെ മുഖത്തേക്കാണ്. അവൾ സുരക്ഷിതയാണെന്ന് കണ്ടപ്പോൾ അവന്റെ നെഞ്ചൊന്ന് ശാന്തമായി. ഹാ അർജു, നീ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് തന്നെ വന്നല്ലോ. ഡേവിഡ് ഉറക്കെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. തോക്കൊക്കെ എവിടെയാടാ നിന്റെ ആൺകരുത്ത് എവിടെ? തന്നെ സ്നേഹയുടെ കഴുത്തിൽ ഒരു കത്തി വെച്ചുകൊണ്ട് അർജുനെ നോക്കി പറഞ്ഞു. മുട്ടുകുത്തട അർജു, മുട്ടുകുത്തി യാചിക്കെന്നോട്, എങ്കിൽ ഇവളെ ഞാൻ വിടാം.
അർജുൻ തന്നിയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. തന്യ, നിനക്കെന്നെ നന്നായി അറിയാം. ഈ അർജുൻ ദൈവത്തിന് മുന്നിൽ പോലും മുട്ടുകുത്തിയിട്ടില്ല. പിന്നെയാണോ നിന്നെ പോലുള്ള ഒരു ചതിയത്തിക്ക് മുന്നിൽ? പെട്ടെന്ന് അർജുൻ ഡേവിഡ് നേരെ തിരിഞ്ഞു. ഡേവിഡ്, ആണുങ്ങൾ തമ്മിൽ പ്രശ്നം നേർക്കുനേർ തീർക്കണം. അല്ലാതെ ഒരു പെണ്ണിനെ തടവിലാക്കിയല്ല നിന്റെ ആണത്തം കാണിക്കേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ വാടാ, നിന്റെ ഈ 30 പേരും ഞാനും. അർജുന്റെ ആ വെല്ലുവിളി കേട്ടതും ഡേവിഡിന്റെ ദേഷ്യം ഇരട്ടിച്ചു. തല്ലി തീർക്കടാവനെ, ഡേവിഡ് ആക്രോശിച്ചു. പെട്ടെന്ന് തന്നെ 10-15 ഗുണ്ടകൾ ഇരുമ്പ് വടികളും വാളുകളുമായി അർജുനു നേരെ പാഞ്ഞെടുത്തു. ഒരു ഗുണ്ട വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് അർജുന്റെ തലയ്ക്കടിക്കാൻ നോക്കിയെങ്കിലും അർജുൻ ഒഴിഞ്ഞുമാറി അവന്റെ കയ്യിൽ പിടിച്ചു തിരിച്ചു. വടി വാങ്ങി അവന്റെ നെഞ്ചിലേക്ക് തന്നെ ശക്തമായി അടിച്ചു. അവന്റെ വാരിയലുകൾ തകരുന്ന ശബ്ദം ആ മില്ലിൽ മുഴങ്ങിക്കേട്ടു. അടുത്ത നിമിഷം അർജുൻ ഒരു വന്യമൃഗത്തെ പോലെ മാറി. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഗുണ്ടകളെ അവൻ വെറും കൈകൊണ്ട് തല്ലിച്ചതയ്ക്കാൻ തുടങ്ങി. അവന്റെ ഓരോ ഇടികളിലും മനുഷ്യർ വായുവിൽ ഉയർന്നു പൊങ്ങി നിലത്ത് വീഴുകയായിരുന്നു. മില്ലിന്റെ തറയിൽ ചോര പടർന്നു തുടങ്ങി. സ്നേഹഭയത്തോടെയും അതേസമയം അർജുന്റെ കരുത്ത് കണ്ടും കണ്ണു വിടർത്തി നോക്കിയിരുന്നു. എന്നാൽ ഗുണ്ടകളുടെ എണ്ണം കൂടുതലായിരുന്നു. ഒരുവൻ പുറകിൽ നിന്നും വന്ന് അർജുന്റെ തോളിൽ വലിയൊരു വെട്ടുകത്തി കൊണ്ട് വെട്ടി. ചോര ശക്തമായി ഒഴുകുന്നുണ്ടെങ്കിലും അർജുൻ വേദന പ്രകടിപ്പിച്ചില്ല. അവൻ തിരിഞ്ഞു നിന്ന് അവന്റെ കഴുത്തിന് പിടിച്ചു തൂക്കി ഭിത്തിയിലേക്ക് ഇടിച്ചു. മറ്റൊരുവൻ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അവന്റെ കാലിലടിച്ചു. അർജുൻ ഒരു നിമിഷം മുട്ടുകുത്തിയെങ്കിലും സ്നേഹയുടെ വായ് തുറന്നുള്ള നിലവിളി കേട്ടതും അവൻ വീണ്ടും ഇരട്ടി ശക്തിയോടെ എഴുന്നേറ്റു. അവന്റെ വസ്ത്രങ്ങളെല്ലാം ചോരയിൽ കുതിർന്നിരുന്നു. ചിലത് ശത്രുക്കളുടെ ചോര, ചിലത് അവന്റെ സ്വന്തം ചോര. അർജുൻ ബാക്കിയുണ്ടായിരുന്ന ഗുണ്ടകളെ കൂടി തല്ലി നിലത്തിട്ടു. ഇപ്പോൾ ഹാളിൽ ബാക്കിയുള്ളത് ഡേവിഡും തന്നിയും മാത്രം. ഡേവിഡ് ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. താൻ 30 പേരെ അയച്ചിട്ടും അവരെയെല്ലാം വെറും കൈകൊണ്ട് തീർത്ത ആ ലയണിന്റെ കരുത്ത് അവന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഡേവിഡ് തന്റെ പോക്കറ്റിൽ നിന്നും തോക്കെടുക്കാൻ നോക്കിയപ്പോഴേക്കും അർജുൻ ഒരു പുലിയെ പോലെ പാഞ്ഞു ചെന്ന് അവന്റെ കയ്യിൽ ചവിട്ടി തോക്ക് തെറിപ്പിച്ചു. എന്നിട്ട് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വായുവിൽ ഉയർത്തി. എന്റെ പെണ്ണിനെ തൊട്ടാൽ ബാംഗ്ലൂരിൽ ഒരൊറ്റൊരുത്തിനും ജീവനോടെ ഇരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേടാ ഡേവിഡ്? അർജുൻ ചോദിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് തുടർച്ചയായി ഇടിച്ചു. ഡേവിഡ് ചോര തുപ്പി നിലത്തു വീണു. അവൻ എഴുന്നേൽക്കാൻ കഴിയാതെ തറയിൽ കിടന്നു പിടഞ്ഞു. ഇത് കണ്ടു ഭയന്ന തന്യ സ്നേഹയുടെ കഴുത്തിലെ കത്തി കൂടുതൽ മുറുക്കി. അടുത്തു വരരുത് അർജു, നീയൊരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ ഇവളുടെ കഴുത്തറക്കും, തന്യ ഭ്രാന്തമായി വിളിച്ചു പറഞ്ഞു. അർജുൻ നടപ്പ് നിർത്തി. അവൻ തന്നിയെ നോക്കി. അവന്റെ ശരീരത്തിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. തന്യ, കത്തി താഴെയിട്, അർജുൻ ശാന്തമായി പറഞ്ഞു. ഇല്ല, നീ എന്നെ ചതിച്ചവനാണ്. നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. തന്നെ കത്തിയോങ്ങാൻ തുനിഞ്ഞു. പെട്ടെന്നാണ് മില്ലിന്റെ മുകളിൽ നിന്നും വിക്രമും സഞ്ജയും കയറിലൂടെ താഴേക്ക് ഇറങ്ങി വന്നത്. വിക്രം ഓടിച്ചെന്ന് തന്നിയുടെ കയ്യിലെ കത്തി തട്ടിത്തെറിപ്പിച്ചു. സഞ്ജയ് സ്നേഹയുടെ കെട്ടുകൾ അഴിച്ചുമാറ്റി. കെട്ടുകൾ അഴിഞ്ഞയുടൻ സ്നേഹ മറ്റൊന്നും ചിന്തിക്കാതെ ഓടിച്ചെന്ന് ചോരയിൽ കുതിർന്നു നിൽക്കുന്ന അർജുനെ കെട്ടിപ്പിടിച്ച് നെഞ്ചുരുകി കരഞ്ഞു. അർജു, നിങ്ങൾക്ക് ഒരുപാട് മുറിവേറ്റു. നമുക്കിവിടെ നിന്ന് പോകാം. ദയവ് ചെയ്ത് ഇനി ആരെയും തല്ലരുത്. അർജുൻ തന്റെ ചോര പുരണ്ട കൈകൾ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവന്റെ മുഖത്ത് വലിയൊരു ആശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. പെട്ടെന്ന്
തറയിൽ കിടന്നിരുന്ന ഡേവിഡ് എങ്ങനെയോ തെറിച്ചുപോയ തോക്ക് കൈക്കലാക്കി അർജുന് നേരെ ചൂണ്ടി. അവൻ ട്രിഗർ അമർത്താൻ തുടങ്ങി. അത് കണ്ട് തന്യ ഡേവിഡ് വേണ്ട എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അവൾ അർജുനെ ഇപ്പോഴും ഉള്ളിൽ എവിടെയോ സ്നേഹിച്ചിരുന്നു. അവൾക്ക് അവന്റെ മരണം കാണാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഡേവിഡ് ട്രിഗർ അമർത്തി കഴിഞ്ഞിരുന്നു. വലിയൊരു വെടിയൊച്ച ആ മില്ലിൽ മുഴങ്ങിക്കേട്ടു. ആ വെടിയുണ്ട ആർക്കാണ് കൊണ്ടത്? അർജുനും സ്നേഹിക്കും എന്ത് സംഭവിച്ചു? തന്നിയുടെയും ഡേവിഡിന്റെയും വിധി എന്തായി എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ പാർട്ടിന് കാത്തിരുന്നേ പറ്റൂ. നാളെ 6 മണിക്ക് ഞാൻ വീണ്ടും അടുത്ത പാർട്ടുമായി വരുന്നതായിരിക്കും. താങ്ക് യു.